വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമുക്ക് ഇന്നലെ ചെയ്തൊരു ടൈപ്പ് പ്രോബ്ലം ഒന്നുകൂടി നോക്കാം. കാരണം ആ ഒരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് എന്താക്കണം, സെറ്റാക്കണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കൂ. ജലജ സെറ്റ് ഓൺ വോയേജ് ഫ്രം കൊൽക്കത്ത ടു മുംബൈ ഓൺ 1st December 2014. ജലജ മീൻസ് ദ നെയിം ഓഫ് ദി ഷിപ്പിൻ്റെ പേരാണ് ജലജ. ജലജ എവിടെ നിന്നാണ് വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കൊൽക്കത്ത ടു മുംബൈ ആണ്. 1st December 2014 വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. On 31st December 2014, അതായത് 1 month അല്ലേ, on which the date accounts are closed, the return voyage had not been completed. എന്തായിട്ടില്ല, അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റിൽ നമ്മളെ വോയേജ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതായത് എന്താണ് ഈ ക്വസ്റ്റ്യൻ, എന്തിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്? ഇൻകംപ്ലീറ്റഡ് വോയേജ് അല്ലെങ്കിൽ വോയേജ് ഇൻ പ്രോഗ്രസ്, അതിനെ സംബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇനി നോക്കൂ, ദ ഡീറ്റെയിൽസ് ഓഫ് എൻറ്റയർ വോയേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ടു മുംബൈ ആൻഡ് ബാക്ക് ടു കൊൽക്കത്ത കംപ്ലീറ്റഡ് ആഫ്റ്റർ December 31st were as follows. അതാണ് പറയുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കോൾ കൺസ്യൂമഡ് എന്താണ്? എക്സ്പെൻസ് ആണ്. 7 lakh പറഞ്ഞിട്ടുണ്ട്. സ്റ്റോർസ് കൺസ്യൂമഡ് 3 lakh പറഞ്ഞിട്ടുണ്ട്. പോർട്ട് ചാർജസ് ഇതൊക്കെ എക്സ്പെൻസ് ആണ്. 1,50,000 പറഞ്ഞിട്ടുണ്ട്. സാലറി ഓഫ് ക്രൂ 4 lakh പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് ഓഫ് ദ ഷിപ്പ് 2 lakh പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് ഫോർ ദ ഫ്ലൈറ്റ് 80,000 പറഞ്ഞിട്ട്. ഫ്ലൈറ്റിൻ്റെ ഇൻഷുറൻസ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ, പറഞ്ഞു തരാം. ഇൻഷുറൻസ് ഫോർ ദ ഫ്ലൈറ്റ് 80,000 പറഞ്ഞിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ ഫോർ ദ പീരീഡ് 4 lakh ആണ്. ഈ ഒരു പീരീഡിലേക്കുള്ള ഡിപ്രിസിയേഷൻ എത്രയാണ്? 4 lakh ആണ്. പിന്നെ ടോട്ടൽ ഫ്ലൈറ്റ് 40 lakhs വന്നിട്ടുണ്ട്. പിന്നെ നോക്കൂ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ടോട്ടൽ ഫ്ലൈറ്റ് 40 lakhs ആണ്. ബട്ട് ഫ്ലൈറ്റ് ഫോർ ദ ഇൻവേർഡ് വോയേജ് 50 lakhs എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടും രണ്ടായി കാണണം അല്ലേ. ഇൻവേർഡ് ജേർണി നമ്മൾ എന്ത് ചെയ്യില്ല, നടന്നിട്ടില്ല എന്ന എക്സംഷനിലാണ് നമ്മൾ ഹാഫ് ഓഫ് എക്സ്പെൻസ് എടുക്കുന്നത്. നമ്മൾ ചെയ്യണം, അവിടെ എടുക്കുന്നത് ഇൻവേർഡ് വോയേജ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ അഡീഷണൽ ഇൻഫർമേഷൻ എന്താണ്? പ്രിമേജ് 10% ആണ്. അഡ്രസ് കമ്മീഷൻ 5% ആണ്. ഓരോന്നായിട്ട് എടുത്ത് എഴുതാം. ടു കോൾ കൺസ്യൂമർഡ് 7 lakhs, സ്റ്റോർസ് കൺസ്യൂമർ 3 lakhs വരുന്നു. പോർട്ട് ചാർജസ് 1,50,000 വരുന്നുണ്ട്. സാലറി ഓഫ് ക്രൂ 4 lakhs വരുന്നുണ്ട്. ഇൻഷുറൻസ് ഷിപ്പിൻ്റെ എന്താണ്? 2 lakhs. ഫ്ലൈറ്റിൻ്റെ 80,000, മൊത്തം 2,80,000 ഇൻഷുറൻസ് വരുന്നുണ്ട്. ഡിപ്രിസിയേഷൻ 4 lakh വരുന്നുണ്ട്. ടോട്ടൽ ഫ്ലൈറ്റ് 40 lakhs എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് 10% ആയിട്ടുള്ള പ്രിമേജ് എത്ര വരും? 4 lakhs വരും. അപ്പോൾ അതിൻ്റെ അഡ്രസ് കമ്മീഷൻ, ടോട്ടൽ അഡ്രസ് കമ്മീഷൻ 5% ആണ്. അഡ്രസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. സോ 44 lakhs 5% വരുമ്പോൾ 2,22,000 വരും. ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ അങ്ങ് എടുത്തെഴുതാം. പ്രിമേജും അഡ്രസ് കമ്മീഷനും കൂടി ആഡ് ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് അതുപോലെ എടുത്തെഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ? ഇൻകംപ്ലീറ്റഡ് വോയേജിൻ്റെ ഇൻകംസ് ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പോകണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞ സെയിം ടിപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വർക്കിംഗ് നോട്ട് നോക്കൂ. അഡ്രസ് കമ്മീഷൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ്, എന്തൊക്കെയാണ് നടക്കുന്നത്? എക്സ്പെൻസിൻ്റെ ഹാഫ് പ്ലസ് റിട്ടേൺ ഫ്ലൈറ്റിൻ്റെ അഡ്രസ് കമ്മീഷൻ അത് പ്ലസ് ചെയ്യണം. ദെൻ ഇൻഷുറൻസ് ഓൺ റിട്ടേൺ ഫ്ലൈറ്റിന് സെപ്പറേറ്റ് ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇൻകംപ്ലീറ്റ് വോയേജിലോട്ട് കാണിക്കണം. നമുക്ക് മിക്സഡ് ആയിട്ട് തരുന്നതിൻ്റെ ഒക്കെ ഹാഫ് എടുക്കുക. അല്ല പ്രത്യേകം ഇൻവേർഡ് ജേർണി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം തന്നെ കാണിക്കാം. ചില ക്വസ്റ്റ്യൻസിൽ പറയും പോർട്ട് ചാർജസ് ഫോർ ദി ഔട്ട്വേർഡ് ജേർണി, പോർട്ട് ചാർജസ് ഫോർ ദി ഇൻവേർഡ് ജേർണി എന്ന് പറയും. അപ്പോൾ ഇൻവേർഡ് ജേർണി നമ്മൾ എന്ത് ചെയ്യണം? ഈ വോയേജ് ഇൻകംപ്ലീറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കാണിക്കണം. പോർട്ട് ചാർജ് ഫുള്ളായിട്ട് തരുവാണെങ്കിൽ എന്താണ്? അതിൻ്റെ ഹാഫ് ഓഫ് ദി എക്സ്പെൻസ് എടുത്താൽ മതി. അങ്ങനെയാണ് കേട്ടോ. മിക്സഡ് ആയി വരുന്നതിൻ്റെ ഫുൾ എടുക്കുന്നതിൻ്റെ ഹാഫ് കാണുക. അല്ല സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കാം. സോ എക്സ്പെൻസ് നമുക്കറിയാം. കോൾ കൺസ്യൂമർ 7 lakhs, സ്റ്റോർസ് കൺസ്യൂമർ 3 lakh, പോർട്ട് ചാർജസ് 1,50,000, സാലറി ഓഫ് ക്രൂ 4 lakhs, ഇൻഷുറൻസ് ഓഫ് ദ ഷിപ്പ് 2 lakhs ആണ്. ഡിപ്രിസിയേഷൻ 4 lakh. ടോട്ടൽ എക്സ്പെൻസ് എക്സെപ്റ്റ് അഡ്രസ് കമ്മീഷൻ, നമുക്ക് ടോട്ടൽ എക്സ്പെൻസസ് എക്സെപ്റ്റ് അഡ്രസ് കമ്മീഷൻ ആൻഡ് ഫ്ലൈറ്റ് ഇൻഷുറൻസ് എത്ര കിട്ടും? 21,50,000 rupees കിട്ടും. അപ്പോൾ അതിൻ്റെ ഹാഫ് ഓഫ് ദ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് 21,50,000 എന്ന് പറയുമ്പോൾ 10,75,000 കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻവേർഡിൻ്റെ അഡ്രസ് കമ്മീഷൻ ആഡ് ചെയ്യാം.
എത്ര 5% ഓഫ് 60,50,000 82,500 കിട്ടും. ഒരു ഫ്ലൈറ്റ് ഇൻഷുറൻസ്, ഫ്ലൈറ്റ് നമുക്ക് ടോട്ടൽ ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, പിന്നെ ഇൻവേർഡ് ഫ്ലൈറ്റിൻ്റെ അഡീഷണൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ് ഇൻഷുറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്ലൈറ്റ് പ്ലസ് പ്രിമേജിൻ്റെ മോഡലാണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഫ്ലൈറ്റ് ആൻഡ് പ്രിമേജ്, ടോട്ടൽ ഫ്ലൈറ്റ് ആൻഡ് പ്രിമേജിൻ്റെ എത്ര ഭാഗമാണ് ആ പ്രൊപ്പോർഷനിലാണ് നമ്മൾ ടോട്ടൽ ഫ്ലൈറ്റ് ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നത്, ഇൻവേർഡ് ജേർണിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റിട്ടേൺ ഫ്ലൈറ്റ് ആൻഡ് പ്രിമേജ് ബൈ ടോട്ടൽ ഫ്ലൈറ്റ് ആൻഡ് പ്രിമേജ് ഇൻറ്റു ഫ്ലൈറ്റ് ഇൻഷുറൻസ് 80,000. സോറി, റിട്ടേൺ ഫ്ലൈറ്റ് ആൻഡ് പ്രിമേജ് ബൈ ടോട്ടൽ ഫ്ലൈറ്റ് ആൻഡ് പ്രിമേജ് ഇൻറ്റു ഫ്ലൈറ്റ് ഇൻഷുറൻസ് എങ്ങനെ വരും? റിട്ടേണിൻ്റെ എത്രയാണ് മൊത്തം ഫ്ലൈറ്റ് പ്ലസ് പ്രിമേജ്, ഫ്ലൈറ്റ് 50 lakhs, പ്രിമേജ് 10% 1,50,000, ടോട്ടൽ 60,50,000 ബൈ ടോട്ടൽ ഫ്ലൈറ്റ് ആൻഡ് പ്രിമേജ് 44 lakhs ഇൻറ്റു 80,000 എത്ര വരും? 30,000. അപ്പോൾ ടോട്ടൽ 11,87,500 ആണ് നമ്മൾ വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യേണ്ടത്, വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ക്യാരി ഫോർവേഡ് എമൗണ്ട് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ നമുക്കറിയാം ഇൻവേർഡ് ജേർണിൻ്റെ ഫ്ലൈറ്റും പ്രിമേജും മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നോക്കി നോക്കൂ. ക്രെഡിറ്റ് സൈഡിൽ 11,87,500 കിട്ടി. വോയിഡ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡെബിറ്റ് സൈഡിൽ എന്ത് കാണിക്കണം? 16,50,000 കാണിക്കണം. ബാലൻസ് ചെയ്യുക, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ 14,87,500 rupees കിട്ടും. ചെയ്ത് നോക്കണേ. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ പോകരുത്, ഒരു വട്ടെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, ഇതിൽ വരുന്ന വേറൊരു ടൈപ്പാണ്. അതായത് നമ്മൾ പറയാണ് കൊച്ചി ടു മുംബൈ ഒരു ഫ്ലൈറ്റ് പോവുകയാണ്. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് റിട്ടേൺ ഫ്ലൈറ്റ് വരുമ്പോൾ കറക്റ്റ് ഹാഫ് എത്തുമ്പോൾ എന്താണ്, അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ആവുകയാണ്. റിമൈനിങ് എന്നുള്ള കറക്റ്റ് ഹാഫ് പോർഷനാണ് ഇനി റിമൈനിങ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് ഈ ഒരു കറക്റ്റ് ഹാഫ് പോർഷനിൽ അക്കൗണ്ട് ക്ലോസ് ആകുമ്പോൾ എത്തുന്ന ഹാഫ് പോർഷൻ വരെയുള്ള എക്സ്പെൻസ് ആയിരിക്കും നമുക്ക് പ്രോബ്ലത്തിൽ തരാം. ഇതുവരെ നമുക്ക് എന്താ പറഞ്ഞത്, എന്താണ് റിട്ടേൺ വരുമ്പോൾ അക്കൗണ്ട് ഇയർ ക്ലോസ് ആയി. സോ എൻ്റയർ വോയേജ്, ഒരു വോയേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഒരു വോയേജ് എന്ന് പറയുമ്പോൾ ഔട്ട് ബോർഡ് പോകുന്നു, ദെൻ റിട്ടേൺ എവിടെയാണ് തുടങ്ങി അവിടെ എത്തുന്നു, അപ്പോൾ ഒരു വോയേജ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള പ്രോബ്ലംസിൽ പറഞ്ഞത് വോയേജ് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്തു, അക്കൗണ്ട് ഇയർ ക്ലോസ് ആയി. അപ്പോൾ എൻ്റയർ വോയേജിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി വരുന്ന പ്രോബ്ലത്തിൽ പറയാൻ പോകുന്നത് വോയേജ് സ്റ്റാർട്ടായി, ഔട്ട്വേർഡ് ജേർണി കംപ്ലീറ്റ് ആയി, തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട കറക്റ്റ് ഹാഫ് എത്തുമ്പോൾ അക്കൗണ്ട് ഇയർ ക്ലോസ് ആവുന്നു. ടിൽ ഡേറ്റ് വരെയുള്ള എക്സ്പെൻസ്, ഈ ഒരു ഹാഫ് ജേർണി കംപ്ലീറ്റ് ചെയ്ത് വരുന്നതെല്ലാം എക്സ്പെൻസ് ആണ് നമുക്ക് തരിക. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം നമുക്ക് തരുമ്പോൾ എങ്ങനെയാണ് എക്സ്പെൻസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ജേർണീസിനെ ഹാഫ് ആക്കി തിരിക്കാം. ഇപ്പോൾ ഇതുവരെ ജേർണി നമ്മളിവിടെ ഹാഫ് ആക്കുന്നു, ഇത് ഹാഫ് ആക്കി, മൊത്തം എത്രയായി അല്ല. അപ്പോൾ നമുക്ക് പറയുകയാണ് നമ്മൾ പോർട്ട് ചാർജസ് ഫുള്ള് 15,000 ആണെന്ന് പറയുകയാണെന്ന് വെച്ചോ. 15,000 ടിൽ ഡേറ്റ്, ടിൽ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ കറക്റ്റ് റിട്ടേൺ ഹാഫ് ആവുന്ന വരെയുള്ള എക്സ്പെൻസ് ആണ് 50,000 എന്ന് പറയുക. അപ്പോൾ ഈ ഒരു പോർഷൻ, 2 പോർഷൻ, 3 പോർഷൻ, ഈ 3 പോർഷനിക്കുള്ള, അതായത് ഈ ഒരു പോർഷനിക്ക് ഈ 3 പോർഷനിക്കുള്ള ടോട്ടൽ എക്സ്പെൻസ് ആണ് 15,000. ടിൽ ഡേറ്റ് വരെയാണല്ലോ. അപ്പോൾ ഒരു പോർഷനിൽ എത്ര വരും? 5,000 rupees വരും. അടുത്ത പോർഷനിൽ എത്ര വരും? 5,000 rupees വരും. അടുത്ത പോർഷൻ എന്ത് വരും? 5,000 rupees വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഈ പോർഷനും അതുപോലെ തന്നെ സെയിം പോർഷൻ അല്ലേ ഈ വോയേജും കംപ്ലീറ്റ് ചെയ്യാനുള്ള വോയേജും. ഇവിടെ എത്രയാണ് വരിക? 5000 അല്ലേ വരിക? അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് 15,000. അതിൻ്റെ 5,000 പറയുമ്പോൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 1/3 അല്ലേ? ഇവിടെയും 1/3 അല്ലേ? തേർഡിലും 1/3. വോയേജിന് കംപ്ലീറ്റ് ചെയ്യാനുള്ളതോ അതും 1/3 അല്ലേ? അപ്പോൾ എത്രയായിരിക്കും നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് എക്സ്പെൻസ് നമ്മൾ വോയേജിന് പ്രോഗ്രസ്സോട് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് വോയേജിലേക്ക് വരുന്ന എക്സ്പെൻസ് നമ്മൾ എത്രയാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്? 1/3 ഓഫ് എക്സ്പെൻസ് ആണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. 1/3 ഓഫ് എക്സ്പെൻസ്. ഒന്നുകൂടി പറഞ്ഞുതരാം. കൊച്ചി ടു മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് പോവുകയാണ്. മുംബൈയിൽ നിന്ന് റിട്ടേൺ വരുമ്പോൾ കറക്റ്റ് ഹാഫ് വേയിൽ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട് ഇയർ ക്ലോസ് ആവുന്നു. ഇനി നമുക്ക് കറക്റ്റ് ഒരു ഹാഫ് കൂടി പോവാണ്ട് അങ്ങനെ എത്തുമ്പോൾ നമ്മൾ കൊച്ചിയിലെത്തുള്ളൂ. ഒരു വോയേജ് കംപ്ലീറ്റ് ആവുന്നത് ഒരു ഇൻവേർഡ് ജേർണി ഒരു ഔട്ട്വേർഡ് ജേർണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ ടിൽ ദ ഡേറ്റ് എക്സ്പെൻസ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിട്ടേൺ കറക്റ്റ് ഹാഫ് എത്തുന്നുള്ള എക്സ്പെൻസ് തരിക. അപ്പോൾ നമുക്ക് വോയേജ് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഒരു പോർഷൻ എത്രത്തോളമാണ് എക്സ്പെൻസിൻ്റെ എത്ര പോർഷൻ നമുക്ക് മനസ്സിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജേർണീസിനെ കറക്റ്റ് ഹാഫ് വെച്ച് കട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഏതൊരു എക്സ്പെൻസ് ഈ ഒരു ഇതുവരെ എക്സ്പെൻസാണ് നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഏതൊരു എക്സ്പെൻസ് 50,000 ആണെന്ന് എടുക്കുക. അപ്പോൾ ഈ 3 ഭാഗത്തിന് കൂടിയുള്ള എക്സ്പെൻസ് ആണത്. ഈ 3 ഭാഗത്തിന് ഓരോ ഭാഗത്തിനും ഈക്വലായിട്ട് കളയുമ്പോൾ എക്സ്പെൻസ് അത് 3 ഭാഗമുണ്ട്. അപ്പോൾ 50,000ൻ്റെ 1/3 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 5,000. ഒക്കെ ഈക്വൽ ആയിരിക്കണം. കാരണം ഈക്വലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും 5,000 വരില്ലേ? 3 ഭാഗത്തോട് 15,000 അല്ലെങ്കിൽ 15,000 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പോർഷൻ എന്തായിരിക്കും? 5,000 ആയിരിക്കും. ഈ 3 സെയിം പോർഷൻ തന്നെ അല്ലേ ഈ ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ പോർഷൻ വരുന്നത്? ഇതും 5,000 ആയിരിക്കില്ലേ? അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പെൻസിൻ്റെ എത്രയാണ് നമ്മൾ കാണിക്കേണ്ടത്? എത്രയാണ് നമ്മൾ വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് മാറ്റേണ്ടത്? തന്നിരിക്കുന്ന എക്സ്പെൻസിൻ്റെ 1/3 ആണ്. 15,000 1/3 അല്ലേ 5,000? എല്ലാ പോർഷനും 1/3 ഓഫ് എക്സ്പെൻസ് ആണ് വരുന്നത്. സെയിം തന്നെയാണ് ഇവിടെയും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ജേർണി തുടങ്ങി അത് റിട്ടേൺ വരുമ്പോൾ റിട്ടേണിൻ്റെ ഹാഫ് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട് ക്ലോസ് ആവുന്നു. ആ ഒരു ടിൽ ഡേറ്റ് വരെ എക്സ്പെൻസ് എൻ്റയർ വോയേജിൻ്റെ എക്സ്പെൻസ് അല്ലാതെ ആ ഒരു ടിൽ ഡേറ്റ് വരെയുള്ള എക്സ്പെൻസ് ആണ് തരുന്നതെങ്കിൽ ആ എക്സ്പെൻസിൻ്റെ 1/3 ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ജലനിധി സെറ്റ് ഓൺ വോയേജ് ഫ്രം ചെന്നൈ ടു കൽക്കത്തയിലോട്ട് വരുന്നൊരു വോയേജ് ഓൺ 15th February 2014 വിത്ത് കോട്ടൺ ഗുഡ്സ് ആൻഡ് ഓൺ 31st March 2014 ഓൺ ദ ക്ലോസിംഗ് ഡേ ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവരെവിടെയാണ്? ഷീ ഈസ് ഇൻ ഹെർ ഹാഫ് വേ റിട്ടേൺ ട്രിപ്പ് ടു ചെന്നൈ വിത്ത് ജൂട്ട് പ്രൊഡക്റ്റ്. റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാഫ് വേ എവിടെ എത്തി? റിട്ടേണിൻ്റെ ഹാഫ് വേ എത്തിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ദ ഫ്ലൈറ്റ് ഏൺഡ് ഓൺ ഫോർവേഡ് ജേർണി 6 lakh. അതായത് ഫോർവേഡ് ജേർണിക്ക് കിട്ടിയ ഫ്ലൈറ്റ് 6 lakh ആണ്. റിട്ടേൺ ട്രിപ്പിൻ്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 4 lakh ആണ്. പ്രിമേജ് 10% ഫ്ലൈറ്റ് ആണ്. The following particulars are related to expenses till half way of return trip. ഇവിടെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കുന്നത് ഹാഫ് വേ വരെയുള്ള റിട്ടേൺ ട്രിപ്പിൻ്റെ ഹാഫ് വേ വരെ എക്സ്പെൻസ് ചെയ്തിട്ടുള്ളൂ. എൻ്റയർ വോയേജിൻ്റെ എക്സ്പെൻസ് നമുക്ക് തന്നിട്ടില്ല. The following particulars relate to the expenses till half way of return trip. ബങ്കർ ചാർജസ് ടിൽ ഡേറ്റ് എത്രയാ? 3 lakhs ആണ്. ഇൻഷുറൻസ് ഓഫ് ഷിപ്പ് ടിൽ ഡേറ്റ് 24,000 ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ് ടിൽ ഡേറ്റ് 1,50,000 ആണ്. പോർട്ട് ചാർജസ് ഓൺ ഔട്ട്വേർഡ് ജേർണി 30,000. നമുക്ക് പോർട്ട് ചാർജസ് ഇവിടെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. മിക്സഡ് ആയിട്ടുള്ള തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം കേട്ടോ. പോർട്ട് ചാർജസ് ഓൺ ഓൺവേർഡ് ജേർണി 30,000. പോർട്ട് ചാർജസ് ഓൺ റിട്ടേൺ ജേർണി 20,000.
Sundry expenses till date 30,000. Insurance on outward flight 26,400. ഇൻഷുറൻസ് ഓൺ റിട്ടേൺ ഫ്ലൈറ്റ് 17,600. അതും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് തരുന്ന എക്സ്പെൻസസ് നമ്മൾ വോയേജ് ആൻഡ് പ്രോഗ്രസ് കാൽക്കുലേറ്റ് ഇല്ലേ ഫുൾ എക്സ്പെൻസസ്, അപ്പോൾ സെപ്പറേറ്റ് തരുന്ന എക്സ്പെൻസസിന് നമ്മൾ ആഡ് ചെയ്യരുത്. എന്നിട്ട് നമ്മൾ ആ 1/3 ഓഫ് എക്സ്പെൻസസ് കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ ഇൻവേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. സാലറീസ് ഓഫ് ക്യാപ്റ്റൻ ആൻഡ് ക്രൂ മെമ്പേഴ്സ് 1,80,000. അഡ്രസ് കമ്മീഷൻ എത്രയാണ്? 5% ഓൺ ഫ്ലൈറ്റ് ആൻഡ് പ്രൊമേജ് ആണ്. ഇനി ഓക്കെ തുടങ്ങാം. അപ്പോൾ എന്താണ് ആദ്യം തന്നിരിക്കുന്ന എക്സ്പെൻസസ് അതുപോലെ എഴുതുക, ഫ്ലൈറ്റും പ്രൊമേജും കാൽക്കുലേറ്റ് ചെയ്യുക, അഡ്രസ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അത്ര തന്നെ നിങ്ങൾ ചെയ്ത് വെക്കണം. നിങ്ങൾ ബാക്കി വോയേജ് ആൻഡ് പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടിയും അത്രയും നിങ്ങൾ ചെയ്ത് വെക്കണം കേട്ടോ. ബംഗാൾ ചാർജസ് 3 lakhs, ഇൻഷുറൻസ് ഷിപ്പിന് ഇൻഷുറൻസ് 24,000, ഔട്ട്വേർഡ് ഫ്ലൈറ്റിൻ്റെ 26,400, ഇൻവേർഡ് ഫ്ലൈറ്റിൻ്റെ 17,600, ടോട്ടൽ 68,000. പിന്നെ സാലറീസ് ഓഫ് ക്രൂ 1,80,000, പോർട്ട് ചാർജസ് ഔട്ട്വേർഡ് ജേർണി 30,000, ഇൻവേർഡ് ജേർണിക്കുള്ള പോർട്ട് ചാർജ് 20,000, സോ ടോട്ടൽ 50,000. സൺഡ്രി എക്സ്പെൻസ് 30,000 rupees വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡിപ്രിസിയേഷൻ 1,50,000 വരുന്നുണ്ട്. then നമുക്ക് ഫ്ലൈറ്റും പ്രൊമേജും കാണാം. ഫ്ലൈറ്റ് ഔട്ട്വേർഡ് ഫ്ലൈറ്റ് 6 lakh തന്നിട്ടുണ്ട്, റിട്ടേൺ 4 lakh തന്നിട്ടുണ്ട്, ടോട്ടൽ 10 lakhs. പ്രൊമേജ് 10%, സോ ഔട്ട്വേർഡിന് 60,000 വരും, ഇൻവേർഡിന് 40,000 വരും, ടോട്ടൽ പ്രൊമേജ് 1 lakh വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അഡ്രസ് കമ്മീഷൻ കണ്ടിട്ടില്ല അല്ലേ? അഡ്രസ് കമ്മീഷൻ അറ്റ് 5% എത്ര വരും? ഔട്ട്വേർഡിന് 33,000 വരും, റിട്ടേൺ 22,000 വരും, ടോട്ടൽ 55,000 വരും. ഇനി നമുക്ക് വോയേജ് ആൻഡ് പ്രോഗ്രസ് കാണാം. എങ്ങനെയാണ് കാണേണ്ടത്? നമ്മുടെ മിക്സഡ് അപ്പാർട്ട് വരാത്ത സെപ്പറേറ്റ് പറയുന്ന എക്സ്പെൻസസ് ഫസ്റ്റ് നമ്മൾ എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ കൂട്ടരുത്. നമ്മൾ 1/3 എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഈ ഇൻവേർഡ് റിലേറ്റഡ് വരുന്ന ആ എക്സ്പെൻസസ് ആഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് വോയേജ് ആൻഡ് പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. സോ 1/3 ഓഫ് എക്സ്പെൻസസ് അപ് ടു ഹാഫ് ഓഫ് റിട്ടേൺ ജേർണീൻ്റെ ഹാഫ് വരെ തന്ന എക്സ്പെൻസ്, അതായത് ടിൽ ഡേറ്റ് നമുക്ക് എക്സ്പെൻസ് ഉണ്ട്, ആ എക്സ്പെൻസിൻ്റെ 1/3 ഓഫ് എക്സ്പെൻസ് പ്ലസ് ഇൻഷുറൻസ് ഓൺ റിട്ടേൺ ഫ്ലൈറ്റ് ഇൻഷുറൻസ് തന്നിട്ടുണ്ട്, അത് പിന്നെ പോർട്ട് ചാർജസ് ഓൺ റിട്ടേൺ ജേർണി തന്നിട്ടുണ്ട്, അത് ഇതിൻ്റെ അഡ്രസ് കമ്മീഷനും റിട്ടേൺ ഫ്ലൈറ്റ് അത്രയും കാണാം. അപ്പോൾ എക്സ്പെൻസസ് ബംഗാൾ ചാർജസ് 3 lakhs വന്നിട്ടുണ്ട്, സാലറി ഓഫ് ക്രൂ 1,80,000, സൺഡ്രി എക്സ്പെൻസ് 30,000, ഡിപ്രിസിയേഷൻ 1,50,000, ഇൻഷുറൻസ് ഓൺ ദ ഷിപ്പ് 24,000, ടോട്ടൽ 6,84,000 ആണ്. ഇതിൻ്റെ 1 lakh കാണാം, 1 lakh അല്ല 1/3 കാണാം. 1/3 ഓഫ് 6,84,000 2,28,000 കിട്ടും. ദെൻ അതുകൂടെ ഇൻവേർഡ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് ആഡ് ചെയ്യുക. ഇൻഷുറൻസ് ഓൺ ഇൻവേർഡ് ഫ്ലൈറ്റ് 17,600, പോർട്ട് ചാർജസ് ഓൺ റിട്ടേൺ ജേർണി 20,000, അഡ്രസ് കമ്മീഷൻ ഓൺ റിട്ടേൺ ജേർണി 22,000. സോ ടോട്ടൽ എത്ര കിട്ടും? വോയേജ് ആൻഡ് പ്രോഗ്രസ് ക്യാരിഡ് ഓൺ 2,87,600. ഡെബിറ്റ് സൈഡ് നമുക്കറിയാം ഫ്ലൈറ്റും പ്രൊമേജുമാണ് വോയേജ് ആൻഡ് പ്രോഗ്രസ് വരാം. സോ നമുക്കിവിടെ എഴുതാം വോയേജ് ആൻഡ് പ്രോഗ്രസ് ക്യാരിഡ് ഓൺ 2,86,600. ഡെബിറ്റ് സൈഡിൽ വോയേജ് ആൻഡ് പ്രോഗ്രസ് ക്യാരിഡ് ഓൺ 4,40,000. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്ര വരും? ട്രാൻസ്ഫർ ചെയ്യാൻ 1,40,600 വരണം. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? കറക്റ്റായി. ഇനി നിങ്ങൾക്ക് വേറെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറയുകയാണ്, കൊച്ചി ടു മുംബൈ എന്ത് ചെയ്തു? വോയേജ് പോയി. മുംബൈ ടു കൊച്ചി വോയേജ് വന്നു, ഒരു റൗണ്ട് ഓഫ് ട്രിപ്പ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹാഫ് എത്തിയപ്പോൾ അക്കൗണ്ടിങ് ഇയർ എന്തായി? ക്ലോസ് ആയി. ബാക്കി എന്താണ്? ഒരു ഹാഫേയും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും എക്സ്പെൻസ് പ്രൊപ്പോർഷനേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം. എല്ലാ ജേർണിയും നമ്മൾ നേരത്തെ മുൻപ് ചെയ്തതുപോലെ തന്നെ ഹാഫാക്കി എത്ര പോർഷൻ ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ ഇതിൽ ഒരു പോർഷൻ എക്സ്പെൻസസ് എത്ര വരും? 1/5 വരും. അതുതന്നെയായിരിക്കും ഇൻകംപ്ലീറ്റിൻ്റെ 1/5 ഓഫ് എക്സ്പെൻസ്. അപ്പോൾ എങ്ങനെയാണ്? 1/5 ഓഫ് എക്സ്പെൻസ് ആയിരിക്കും നമ്മൾ ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ ഫണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പറയാണ് കൊച്ചി ടു മുംബൈ
ഒരു റൗണ്ട് ഓഫ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ട്രിപ്പ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് ഹാഫ് ആയപ്പോൾ എന്ത് ചെയ്തു, അക്കൗണ്ടിങ് ഒരു ക്ലോസ് ആയി. ഇതെങ്ങനെ ചെയ്യും, എങ്ങനെ ചെയ്യാം? അപ്പോൾ എത്രയാണ് നമ്മൾ എക്സ്പെൻസസ് വോയേജ് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് വോയേജിന് ക്യാരി ഫോർവേഡ് ചെയ്യുക? സെയിം ചെയ്ത പോലെ എല്ലാത്തിനെയും ഹാഫ് ആക്കുക. ഓക്കെ, എത്ര പോർഷൻ വരും? 1 2 3 4 5 6 7 8 9 അല്ലേ? 1 2 3 4 5 6 7 8 9. അപ്പോൾ 1/9 ആയിരിക്കും. ഈ ഒരു പോർഷൻ 1/9 ആയിരിക്കില്ലേ? എല്ലാവർക്കും ഒരു പോർഷൻ തന്നെയല്ലേ? 1/9 ഓഫ് എക്സ്പെൻസ് ആണ് എന്താ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇതിൽ കോൺസെപ്റ്റ് കേട്ടോ. ഇവിടെ വോയിസ് അക്കൗണ്ട് കംപ്ലീറ്റ് ആവണം. വോയിസ് അക്കൗണ്ട് ആണ് ഇതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പഠിക്കാതെ വോയിസ് അക്കൗണ്ട് കുറച്ചൊരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കാൻ ശ്രമിക്കുക. മെയിൻസിന് നല്ലൊരു കോസ്റ്റ് ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.